ഗസയിൽ ഇസ്രായേലിൻ്റെ വംശഹത്യയും ആക്രമണവും തുടർച്ചയായ 6 മാസം പിന്നിടുകയാണ്. എന്ന് വെച്ചാൽ ഒക്ടോബർ 7-നാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ഇപ്പോൾ 6 മാസം പിന്നിടുമ്പോഴും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ പൂർണ്ണമായും മോചിതരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഈ ഒരു 34,000-ഓളം വരുന്ന നിസ്സഹായരായ നിരാലംബരായ മനുഷ്യന്മാരെ, സാധാരണക്കാരായ മനുഷ്യന്മാരെ കൊന്നു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഹമാസിൻ്റെ എത്ര കണ്ടു, അത് 15,000-ഓളം വരുന്ന മിലീഷ്യ ഹമാസിനുണ്ട് എന്നുള്ളതായിരുന്നു ഇസ്രായേൽ തന്നെ ആരോപിച്ചിരുന്നു. അതിൽ എത്ര പേരെ വകവരുത്താൻ ഇസ്രായേലിന് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ഒടുവിലായി ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് തെക്കൻ ഗസയിൽ എന്ന് വെച്ചാൽ ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേൽ സേന IDF പിന്മാറുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. ചെങ്കടലിൽ നിന്നും വേണമെങ്കിൽ ഞങ്ങൾ പിന്മാറാം, കാരണം എന്ന് വെച്ചാൽ ഒരു തോറ്റു പിന്മാറുന്ന ലക്ഷണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ വാക്കുകളിൽ കാണുകയും ചെയ്യുന്നു. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ ഈ ഗസ യുദ്ധം ബാക്കിയാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. ദാവൂദ് സാഹിബ്, ഒരുപക്ഷെ അന്ന് ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓരോ ദിവസവും ഇത് ചർച്ച ചെയ്തിരുന്നു. അന്നൊക്കെ ഇത് പെട്ടെന്നൊന്നും തീരാൻ പോകുന്നതല്ല, ഇത് ഇസ്രായേൽ വിചാരിച്ചതുപോലെ എളുപ്പമല്ല. ഇപ്പോൾ 6 മാസം പിന്നിടുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഈ 6 മാസം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഇതിപ്പോൾ 6 മാസത്തെ യുദ്ധം എന്ന് പറയാം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് 6 Day War എന്നറിയപ്പെടുന്ന സംഭവം. 6 Day War എന്ന് പറയുന്നത് 1967 ജൂണിലാണ്. ജൂൺ 5 മുതൽ 6 ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധം. ആ യുദ്ധം ആര് തമ്മിലായിരുന്നു ഓർമ്മയുണ്ടോ? ഇസ്രായേൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സിറിയ, ജോർഡൻ, ഈജിപ്റ്റ്, ഈ 3 രാജ്യങ്ങൾ. അതിൽ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം മനസ്സിലാണ് അറബ് ലോകത്ത് ബിഗസ്റ്റ് ആർമിയാണ്, ഏറ്റവും വലിയ സൈന്യം ആണ്. അന്ന് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു, നാസർ നെഹ്റു ടിറ്റോ എന്ന് പറയുന്ന അന്ന് ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ ട്രയോസ് ആയിട്ടുണ്ടായിരുന്ന ലോകത്തെ 3 പ്രധാന ലോക നേതാക്കളിൽ ഒരാളാണ് ആര്? ഗമാൽ അബ്ദുൽ നാസർ. അത്രയും പ്രസിദ്ധനും പ്രഗത്ഭനും ശക്തനുമായ ഗമാൽ അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിലുള്ള ഈജിപ്റ്റ്, ജോർഡൻ, സിറിയ, ഈ 3 രാജ്യങ്ങൾ ഒരു വശത്തും ഇസ്രായേൽ മറുവശത്തുമായിട്ട് നടന്ന യുദ്ധമാണ് 6 Day War. എന്തുകൊണ്ടാണ് 6 Day War ആയത്? 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ഇത് മുഴുവൻ തരിപ്പണമാക്കിയെന്ന് മാത്രമല്ല, ഈജിപ്തിൻ്റെ സിനായ് പെനിൻസുല സമ്പൂർണ്ണമായി പിടിച്ചെടുത്തു. ഈ സിനായ് പെനിൻസുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യയെയും ആഫ്രിക്കയും കണക്ട് ചെയ്യുന്ന പെനിൻസുലയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഇരട്ടി വലിപ്പം വരും, വലിയൊരു ഭൂപ്രദേശമാണ്. സിനായ് പെനിൻസുല പിടിച്ചെടുക്കുന്നു. സിറിയയിൽ നിന്ന് ഗോലാൻ ഹൈറ്റ്സ് പിടിച്ചെടുക്കുന്നു. ഈ ഗോലാൻ ഹൈറ്റ്സ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലാണ് കേട്ടോ. സിനായ് പിന്നീട് അവർ ക്യാമ്പ് ഡേവിഡ് കരാറിനെ തുടർന്ന് ഇസ്രായേലും ഈജിപ്തും നമ്മളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 6 ദിവസം കൊണ്ട് ഈ 3 രാജ്യങ്ങളുടെയും സൈന്യത്തെ സമ്പൂർണ്ണമായി തരിപ്പണമാക്കി അവരുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ 6 മാസമായിട്ട് ഇസ്രായേൽ ആരോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗസ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ദേശത്തോട്. ഇപ്പോൾ സിനായിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഒരു താലൂക്ക് മാത്രമാണ് ഗസ എന്ന്. താലൂക്കിൻ്റെ വലുപ്പം മാത്രമേ ഗസ വരുള്ളൂ. ആ പ്രദേശത്ത് ചരിത്രത്തിലില്ലാത്ത വിധം എന്ന് പറഞ്ഞാൽ അത് ഒരു നിശ്ചയമായും അതൊരു പത്രഭാഷയല്ല, യഥാർത്ഥത്തിൽ തന്നെ. എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിൽ 39 മുതൽ 45 വരെ ജർമ്മനി എന്ന് പറയുന്ന മഹാരാജ്യത്ത് 6 വർഷം കൊണ്ട് ഇട്ട ബോംബിൻ്റെ ഇരട്ടിയാണ് ഈ കുഞ്ഞു ദേശത്ത് ഈ കുഞ്ഞുനാൾ ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇട്ടതെന്നാണ്. ആദ്യം മനുഷ്യഭാവനയ്ക്കെല്ലാം അപ്പുറത്തുള്ള ആക്രമണം, 1 ഇഞ്ച് പോലും ബാക്കി വെക്കാതെ സമ്പൂർണ്ണമായി അവിടെ ബോംബിടുന്നു. അപ്പോൾ 6 മാസമായിട്ട് ഈ പണി ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം അതിൻ്റെ ഫലം എന്താണ്? 33,000 മനുഷ്യർ മരിച്ചു വീണു. ബോംബ് വീഴാത്തൊരു സ്ഥലമില്ല. അത് കാണേണ്ട കാര്യം. ആശുപത്രികൾ തന്നെ, ഈ ഇൻക്യുബേറ്റേഴ്സ്, മെറ്റേണിറ്റി വാർഡ്സ്, നഴ്സറികൾ, ഈ ബദിര സ്കൂളിൽ എന്ന് വെച്ചാൽ ഒരു നാട്ടിൽ എന്തെല്ലാം സിവിലിയൻ ഫെസിലിറ്റീസ് ഉണ്ടാകുമോ അതിലേറ്റവും സെൻസിറ്റീവായ ഫെസിലിറ്റീസ് എന്താണ്?
ഏറ്റവും സെൻസിറ്റീവായ ഫെസിലിറ്റിയാണ് ഹോസ്പിറ്റൽ, അതിൽ തന്നെ മെറ്റേണിറ്റി വാർഡ്, അതിൽ തന്നെ കുഞ്ഞുങ്ങളുടെ നവജാത ശിശുക്കളുടെ വാർഡ്, അവിടേക്ക് വരെ മിസൈൽ അയച്ചു എല്ലായിടത്തും ബോംബിട്ട് നശിപ്പിച്ച് 33,000 മനുഷ്യരെ കൊന്നു. ഇന്നലെ അവിടുന്ന് വന്ന വാർത്ത എന്താണ്? ഇന്നലെ അവിടുന്ന് വന്ന വാർത്ത സദേൺ ഗസയിൽ നിന്ന് സൈന്യത്തെ സമ്പൂർണ്ണമായി പിൻവലിക്കുന്നു. അതിൻ്റെ കാരണം പറഞ്ഞത് എന്താണ്? ഓപ്പറേഷൻ എന്തായിരുന്നു ടാർഗറ്റ് ചെയ്തത് അത് നേടി, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് ആ ദിവസം വൈകുന്നേരമാണ് ഖസാം ബ്രിഗേഡ് പറയുന്നു 14 സൈനികരെ ഞങ്ങൾ കൊന്നു. ഇസ്രായേൽ പറയുന്നു 4 കമാൻഡോസ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ 14-ലും 4-നും ഇടയിൽ എത്രയോ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവർ ഓപ്പറേഷൻ നിർത്തിപ്പോകുന്നതിന് ന്യായമായിട്ട് പറഞ്ഞതാണ് ഹമാസിൻ്റെ ബറ്റാലിയനെ ഞങ്ങൾ തകർത്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണെന്നാണ്. അന്ന് വൈകുന്നേരം തന്നെയാണ് ഇസ്രായേലി സൈന്യം. അപ്പോൾ ഇവരെ കൊന്നത് ആരാണ്? ജിന്നുകൾ വന്ന് കൊന്നതാണ്. ഹമാസിന് തകർത്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നതാണല്ലോ അവർ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇന്ന് ഈ ഹാരറ്റ്സ് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പിന്മാറ്റം അതിൻ്റെ പ്രൈമറി ടാർഗറ്റ്സ് പോലും നേടാതെയാണ് ഇസ്രായേൽ പിന്മാറുന്നത് എന്നാണ് ഇസ്രായേലി പത്രമായ ഹാരസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 6 മാസമായി ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യഭാവനയിൽ സങ്കല്പിക്കാൻ പറ്റാത്ത ക്രൂരതകളും ആക്രമണങ്ങളുമാണ് ഒരു വശത്തെങ്കിൽ, മറുവശത്ത് മനുഷ്യഭാവനയ്ക്ക് പിടികിട്ടാത്ത തരത്തിലുള്ള റെസിലിയൻസ്, ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്ന സംഗതി കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേലി പത്രങ്ങൾ തന്നെ പറയുന്നു നമ്മൾ പ്രൈമറി ടാർഗറ്റ്സ് പോലും അച്ചീവ് ചെയ്തിട്ടില്ല. ഇസ്രായേൽ എന്താ നേടിയതെന്ന് വെച്ചാൽ കുറേ അധികം ആളുകളെ കൊന്നു. അതിൽ തന്നെ 13,000 കുഞ്ഞുങ്ങളെയാണ് കൊന്നത്, 17,000-ഓളം സ്ത്രീകളെയാണ് കൊന്നിരിക്കുന്നത്. നോക്കൂ, ഇവരെ കൊന്നതുകൊണ്ട് ഇസ്രായേൽ എന്താണ് നേടിയിരിക്കുന്നത്? ഇത്രയും അധികം ആളുകളെ കൊല്ലാൻ ടൺ കണക്കിന് ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ, അതിന് ബില്യൺ കണക്കിന് ഡോളേഴ്സ് ചിലവായിട്ടുണ്ടാകും. അപ്പോൾ ബില്യൺ കണക്കിന് ഡോളേഴ്സ് ചിലവഴിച്ച് ഇത്രയും അധികം ആളുകളെ കൊന്നു. എന്നിട്ട് ഇസ്രായേൽ എന്ത് നേടി? ഇസ്രായേൽ നേടിയത് എന്താണ്? അവർ ലോകത്തിന് മുഴുവൻ നാണം കിട്ടും. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്, ഈ നമ്മുടെ ക്യാമ്പസുകളെല്ലാം ജിഹാദീസ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അധികാരത്തിൽ വന്നാൽ ഈ ജിഹാദീസിനെ എല്ലാം പിടിച്ച് പുറത്തിടുമെന്ന് പുള്ളി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കാൻ കാരണം എന്താണ്? അമേരിക്കയിലെ സർവ്വ ക്യാമ്പസുകളിലും ഇസ്രായേൽ വിരുദ്ധ പ്രകടനം നടക്കുകയാണ്. അതുകൊണ്ടാണ് ജിഹാദ് ക്യാമ്പസ് ഫിൽഡ് വിത്ത് ജിഹാദീസ്, ഐ വിൽ ടേക്ക് ദം ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പ്രസംഗിക്കുന്ന ആ നിലയിൽ അമേരിക്കയിലും യൂറോപ്പിലും വരെ പുതിയ തലമുറയിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട രാജ്യമാണ്, ഒരു ഭീകര രാജ്യമാണ് എന്നൊരു ഇമേജ് ഉണ്ടാകുക എന്നുള്ളതല്ലാതെ ഈ കുഞ്ഞുങ്ങളെ കൊന്നതിലൂടെ ഇസ്രായേൽ ഒന്നും നേടിയിട്ടില്ല. എന്നിട്ട് അവസാനം ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ചർച്ചകൾ നടക്കുകയാണ്. വെടിനിർത്തൽ ചർച്ച എന്ന് പറയുമ്പോൾ സീസ് ഫയർ ടോക്ക് എന്നാണ് പൊതുവെ അതിനെക്കുറിച്ച് പറയുക. പക്ഷേ ഇസ്രായേലി പൊളിറ്റീഷ്യൻസ് അതിന് ആ വാക്ക് ഉപയോഗിക്കില്ല. അവരുപയോഗിക്കുന്ന വാക്ക് ഹോസ്റ്റേജ് എന്നാണ്. ഹോസ്റ്റേജ് ഡീൽ എന്നാണ് അവർ പറഞ്ഞത്. ബന്ദിമോചന ചർച്ച എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ അതിലാണ് അവിടെ തട്ടി നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ വെടിനിർത്തൽ ചർച്ച മുന്നോട്ട് സ്തംഭിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ വെക്കുന്ന പ്രപ്പോസൽ, നിങ്ങൾ ബന്ദികളെ ഘട്ടം ഘട്ടമായി വിട്ടയക്കും. ഇപ്പോൾ ഉദാഹരണം 40 സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള 40 ആളുകൾ ആദ്യം വിടുക. അങ്ങനെയാണെങ്കിൽ 120 ദിവസത്തേക്ക് വെടിനിർത്തൽ. ആ 120 ദിവസത്തിനിടയിൽ ഇത്ര എണ്ണം ഫലസ്തീനി തടവുകാരെ വിട്ടേക്കാം. അതിനുശേഷം അടുത്ത ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കാം. ഇതാണ് ഇസ്രായേൽ വെക്കുന്ന പ്രപ്പോസൽ. ഹമാസ് വെക്കുന്ന പ്രപ്പോസൽ എന്താണ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനൊരു ചർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? യു വിത്ഡ്രോ യുവർ ബൂട്ട്, സൈനികരെ പിൻവലിക്കൂ. എന്നതിന് ശേഷം ബന്ദിമോചനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ 40 ആളുകൾ വിട്ടുകൊടുക്കുകയാണ്, 120 ദിവസത്തേക്ക് വെടിനിർത്തലും കിട്ടുകയാണ്. അതൊരു ആശ്വാസമാണല്ലോ. ഈ ചങ്ങായിമാർക്ക് അതങ്ങ് സമ്മതിച്ചുകൂടെ എന്ന് പുറത്തു നിന്ന് ആലോചിക്കുന്ന ഒരാൾക്ക്, ഈ ക്രൂരതകളും ഈ ഭീകരതകളും കാണുന്ന ഒരാൾക്ക് ആലോചിക്കാം. പക്ഷേ ഹമാസ് അതിന് സന്നദ്ധമാകുന്നില്ല. അവരെന്തുകൊണ്ടാണ് അതിന് സന്നദ്ധമാകാത്തത്? അവർക്ക് ആത്മവിശ്വാസമുണ്ട്. 2 നിലയിലാണ് അവരുടെ ആത്മവിശ്വാസം നിൽക്കുന്നത്. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ പ്രതിരോധത്തെക്കുറിച്ച്, അവരുടെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ഇസ്രായേൽ എന്തുമാത്രം അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം അത് കുഴപ്പമില്ലാതെ നിൽക്കുന്നു. അത് ഞങ്ങളുടെ ബറ്റാലിയൻസ്, ഞങ്ങളുടെ കമാൻഡ് സ്ട്രക്ചർ, ഞങ്ങളുടെ മുന്നണികൾ, അത് ഇസ്രായേലിനെ എതിർത്ത് നിൽക്കുവാനുള്ള ശേഷി ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് എന്നതാണ് ഒരാത്മവിശ്വാസം. രണ്ടാമത്തെ ആത്മവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലി സമൂഹം എല്ലാ ദിവസവും അത് ഡിവൈസീവായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ ദിവസവും
വലിയ വലിയ റാലികൾ നടക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹുവിനെതിരെ റാലികൾ നടക്കുന്നു. ഇസ്രായേലി പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഇസ്രായേലി സൊസൈറ്റിയും വിഭജിക്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ വിഭജനത്തെ പരമാവധി മൂർച്ഛിപ്പിക്കുക, സമയം നീളുന്നതിനനുസരിച്ച് ആ വിഭജനം മൂർച്ഛിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഹമാസ്. അതുകൊണ്ടാണ് അവർ ഇത്രയും ഇത്രയും കടുത്ത കണ്ടീഷൻസ് വെടിനിർത്തലിന് അവർ വെക്കാൻ കാരണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ പന്ത് ആരുടെ കയ്യിലാണെന്ന ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. ഇന്ന് അവിടുത്തെ ഈ നെതന്യാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോalition ഈ സഖ്യകക്ഷിയായിട്ടുള്ള ഇറ്റാമിർ ബെൻഗവീർ, അദ്ദേഹം അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ കൂടിയാണ്. അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈന്യത്തെ പിൻവലിച്ചത് പോലും അബദ്ധമായി, ഞാൻ രാജിവെക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധസമയത്ത് രൂപീകരിക്കപ്പെട്ട വാർ ക്യാബിനറ്റാണ് ആ രാജ്യം ഭരിക്കുന്നത്, മനസ്സിലാക്കണം. ഒരു യുദ്ധസമയത്ത് പോലും ഐക്യബോധത്തോടു കൂടി ഈ പ്രശ്നത്തെ നേരിടാൻ അവർക്ക് സാധിക്കുന്നില്ല. അതൊരു ഡിവൈഡഡ് സൊസൈറ്റിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇതും മുന്നോട്ട് പോകും തോറും ഇസ്രായേലിന് കൂടുതൽ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുക. ഗസ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ചർച്ചകളിലും ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ഇത് ധാരാളം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇസ്രായേൽ പരാജയപ്പെടുകയും ചെയ്യുന്ന യുദ്ധമായിരിക്കും എന്നുള്ളതാണ്. അതിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ 6 മാസം പിന്നിടുമ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റും. നിഷാദ്, സമാനതകളില്ലാത്ത ഈ വംശഹത്യാ ക്രൂരതയുടെ 6 മാസക്കാലം ആഗോള സമൂഹം എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. സൈഫു, എനിക്ക് തോന്നുന്നൊരു സംഗതി എന്താ അറിയോ, 6 മാസം പിന്നിടുമ്പോൾ സാധാരണ നിലയ്ക്ക് ഗസയും അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും ലോകം മറന്നു പോവുകയും എല്ലാം ഒന്ന് നോർമലാവുകയും ചെയ്യും എന്ന് നമ്മൾ സാധാരണ വിചാരിച്ചല്ലോ. എന്നുവെച്ചാൽ കഴിഞ്ഞ ഒരു 10-70 വർഷമായിട്ട് ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീനികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോട് സൗകര്യപൂർവ്വം ലോകം എടുക്കുന്ന ഒരു മറവിയുണ്ട്. ഒരർത്ഥത്തിൽ ആ മറവിക്കെതിരായ കലാപമാണല്ലോ ഒക്ടോബർ 7. കാരണം ഞങ്ങളുടെ അസ്തിത്വം ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഈ ലോകത്ത്, അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഒക്ടോബർ 7. കാരണം ലോകം നിരന്തരമായി സൗകര്യപൂർവ്വം അവരെ മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഗസയുടെ മേൽ ഇസ്രായേൽ എല്ലാ പ്രിവിലേജും എല്ലാ ശക്തിയും ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണത്തെ മറന്നു പോവേണ്ടതാണ്. നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഫേസ്ബുക്ക് ഫീഡുകളിലായിരിക്കും, പക്ഷേ ലോകം അത് 6 മാസം കൊണ്ട് മറന്നിട്ടില്ല എന്നതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ്. കാരണം ലോകത്തെ ഇതിൽ നിന്നെല്ലാം വകഞ്ഞു മാറ്റി ഞങ്ങൾക്ക് സൗകര്യപൂർവ്വം ഞങ്ങളുടെ തൊഴുത്തിലുള്ള ആളുകളെ ഞങ്ങൾ കൊന്നു തീർക്കുന്നു എന്ന മട്ടിൽ ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇസ്രായേൽ കൊല്ലുന്നുണ്ടെങ്കിൽ അതിനത്രയും പ്രഷർ ആൻഡ് അത്രയും പ്രയാസം അവർ പുറത്ത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു സക്സസ്. ഇപ്പോൾ ജോർദാനിൽ എല്ലാ ദിവസവും 5000 മുതൽ 10000 വരെ ആളുകൾ പങ്കെടുക്കുന്ന റമദാനിൽ പ്രത്യേക പ്രതിഷേധം നടക്കുന്നത്. എന്തിനാണ്? നമ്മൾ ഈ രാജ്യമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും നമുക്ക് വേണ്ട, എല്ലാ തരത്തിലുള്ള നയതന്ത്ര ബന്ധവും വിച്ഛേദിക്കണം, എംബസി പൂട്ടി പ്രതിനിധിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും ഇപ്പോഴും നടക്കുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിട്ട് നമുക്ക് ബന്ധം വേണ്ട, അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ലോകത്ത് പ്രൊട്ടസ്റ്റ് നടക്കുന്നു. നിങ്ങൾക്ക് ഈ യുദ്ധം കൈവിട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് ട്രംപാണ്. നിങ്ങൾ ഈ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെയും കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നതിൻ്റെയും വീഡിയോസ് പുറത്തു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് നിങ്ങൾക്ക് സ്ട്രാറ്റജിക്കലി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ട്രംപാണ്. കാരണം എന്താണ്? ഇസ്രായേൽ അവമതിക്കപ്പെടുകയാണെന്ന്, ഇസ്രായേൽ ഒറ്റപ്പെടുകയാണെന്ന കാര്യം മനസ്സിലാക്കിയിട്ടുള്ള പ്രതികരണമാണ് അത്. അപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസക്കാലത്തിനിടയ്ക്ക് ഇസ്രായേലിന് ആ നിലയ്ക്ക് വിജയിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിൽ അവർ തോറ്റേ പോകുന്നതിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ ആ മറവിക്കപ്പുറം കാര്യങ്ങളെ കൊണ്ടുപോകാനും ഒരു ഫലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്, അതല്ലാതെ ഒരു പരിഹാരമില്ല. സ്വന്തം രാഷ്ട്രത്തിന് അവർക്ക് അർഹതയുണ്ടെന്ന് ലോകത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ചിന്തിക്കുന്നു. ഇപ്പോഴും 100-ലധികം രാജ്യങ്ങൾ ദിനേന എന്നോണം ഏതെങ്കിലും തരത്തിൽ ഫലസ്തീൻ കോസിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ജോ ബൈഡൻ എപ്പോഴൊക്കെ പുറത്തിറങ്ങിയാലും ആ സ്വന്തം പൗരന്മാർ നിങ്ങൾ കില്ലേഴ്സിന്, നിങ്ങൾ കൊലയാളികൾക്ക് ആയുധം വെച്ച് കൊടുക്കുകയാണ്, സഹായിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾക്കെതിരായിട്ടുള്ള പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്നു. അത് ഈ യുദ്ധത്തിൻ്റെ, ഞാൻ പറഞ്ഞ ഒക്ടോബർ 7 സക്സസ് ആണ് എന്ന് പറയും. അപ്പോൾ ഒക്ടോബർ 7 നിങ്ങൾ ഈ ഒരു അതിക്രമം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് നിഷ്കളങ്കമായി പറയുന്ന ആൾക്കാരുണ്ട്. ഒക്ടോബർ 7 അവർ ചെയ്യുന്നത് അവരെ ലോകം മറന്നു പോയതുകൊണ്ടാണ്. നമ്മളതിനെക്കുറിച്ച് പലതവണ സംസാരിച്ചു. ലോകം മറന്നു പോവുകയും ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കി പോവുകയും ചെയ്യുകയാണ് അറബ് ഭരണകൂടങ്ങളടക്കം. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് 6 മാസത്തെ കാലത്തെ യുദ്ധം ശരിയാണ്. 33,000 ആളുകൾ കൊല്ലപ്പെട്ടു, അതിൽ 13,000 കുഞ്ഞുങ്ങളുണ്ട്. 90% സ്കൂളുകൾ തകർക്കപ്പെട്ടു, വീടുകൾ ഏതാണ്ടെല്ലാം തകർക്കപ്പെട്ടു. 17 ലക്ഷത്തോളം ആളുകൾ ഡിസ്പ്ലേസ്, അവർ വീടുകളിൽ നാട്ടി ഓടിക്കപ്പെട്ടു. അവർക്ക് സ്വസ്ഥ ജീവിതം എവിടെയില്ല. അവിടെയുള്ള
വിദ്യാർത്ഥികൾ തന്നെ 6000 വിദ്യാർത്ഥികളെ കൊല്ലപ്പെട്ട സ്കൂളിൽ പഠിക്കുന്നവർ. വിദ്യാഭ്യാസമൊക്കെ ഏതാണ്ട് ഇല്ലാതാവുകയും നമ്മുടെ സ്കൂളിംഗ് എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇല്ലാതായല്ലോ. ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 30% പേരും പോഷകാഹാരക്കുറവിനെ അനുഭവിക്കുന്നുണ്ട്. നല്ല ശതമാനം ആളുകൾ ഇപ്പോഴും പട്ടിണിയെ അഭിമുഖീകരിക്കുകയാണ്, അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടുന്നില്ല. ഇതൊക്കെ ഈ പ്രശ്നമൊക്കെ ഉള്ളപ്പോഴും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാം എന്ന് പറയുന്നില്ല. നോക്കൂ, ഇതിപ്പം ഇത്രയും 6 മാസം യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം ഇല്ലാതാക്കുന്നതാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നുണ്ട്, നിങ്ങൾ ഹമാസിനോട് പറയും കോംപ്രമൈസ് ചെയ്യാൻ, അവരോട് പറ നിങ്ങൾ ഒതുങ്ങാൻ, ഞങ്ങളോട് പറയാതെ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ സ്റ്റിൽ അവരവിടെ ഉണ്ടെന്നാണ്. ഇസ്രായേലിനെ പോലെ വലിയ രാജ്യത്തിന് ഹമാസിനെയും ആ പ്രദേശത്തെ ഇല്ലാതാക്കാൻ മിനിറ്റുകൾ തരും. ഞങ്ങളൊരു ശവപ്പറമ്പാക്കും, മനുഷ്യരില്ലാത്ത ഭൂമിയാക്കി മാറ്റുമെന്ന് പറഞ്ഞു. 6 മാസം യുദ്ധം ചെയ്തതിന് ശേഷം ഇസ്രായേൽ പറയാണ്, നിങ്ങൾ അവരോട് പറയൂ എന്ന് വെച്ചാൽ അവരവിടെ നിന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരോട് കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ അവരവിടെ ഉണ്ട്, അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബന്ദികൾ അവരുടെ കയ്യിലാണ്. 130 പേരെ ഇപ്പോഴും അവരോട് ഹോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ 33 പേര് എനിക്ക് തോന്നുന്നു ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ആളുകളെ കൊല്ലാൻ കഴിഞ്ഞുവെങ്കിലും ഇസ്രായേലിനെ ജയിക്കാൻ കഴിഞ്ഞെന്ന് ചോദിച്ചിട്ട് നേരത്തെ ദൗസ പറഞ്ഞ പോലെ സമ്പൂർണ്ണമായ തോൽവിയാണ് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അതിനകത്ത് കുറേ നിരാശയൊക്കെ ഉണ്ട് നമുക്ക്. ശരി, ഈ ലോകക്രമം എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്, അതിനകത്തെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കാണിത്. നമുക്കൊരു ഐക്യരാഷ്ട്രസഭയുണ്ട്, അതിനൊരു സെക്യൂരിറ്റി കൗൺസിലുണ്ട്, അവിടെ വരുന്ന പ്രമേയങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെ സെക്യൂരിറ്റി കൗൺസിൽ പോലും വെടി നിർത്താൻ പറഞ്ഞ ഒരു പ്രമേയം പാലിക്കാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള നിരാശയൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെയും ഇത്തരം എന്താ പറയുന്നത് ശാക്തിക ചേരിക്കകത്ത് വിജയിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞാലും ഫൈനലി ഇസ്രായേൽ തോറ്റു നിൽക്കുന്ന രാജ്യമാണെന്നാണ് നമുക്ക് ആകെ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. സോ അതുകൊണ്ട് ഇത് ഫലസ്തീനികളെ സംബന്ധിച്ചൊരു അവർ തോറ്റ ഒരു യുദ്ധമല്ല. അപ്പോൾ ഇനിയും എത്ര നാൾ ഈ യുദ്ധം നീണ്ടുപോയാലും ഇസ്രായേൽ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഈ 6 മാസക്കാലം ബാക്കിയാക്കുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.